Bible says in Romans 11:29. റോമാലേഖനം 11:29 ബൈബിൾ പറയുന്നു, God's calling ദൈവം തന്റെ വിളിയെയും and his gifts are irrevocable. കൃപാവരങ്ങളെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. Today message based upon this word. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. God's calling is never changed. ദൈവത്തിന്റെ വിളി മാറ്റമില്ലാത്തതാണ്. The Bible says in Isaiah chapter 1 verse 2. യെശയ്യാവ് 1:2 ബൈബിൾ പറയുന്നു. And Psalm 50 verse 2. സങ്കീർത്തനം 50:2 പറയുന്നു, God Almighty calls the whole earth. സർവശക്തിയുള്ള ദൈവം ഭൂമിയെ വിളിക്കുന്നു. And he speaks out. അവൻ വിളിച്ചു പറയുകയാണ്, And he wants to draw the people by his love. ഭൂമിയിലെ ജനത്തെ തന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. Through the cords of love. സ്നേഹത്തിന്റെ കയറുകൊണ്ട് അവരെ കെട്ടണം. Hosea chapter 11 verse 4. ഹോശയ 11:4 പറയുന്നു. The Bible says in Jeremiah 31 verse 3. യിരെമ്യാ 31:3 വേദപുസ്തകം പറയുന്നു, With everlasting love he loves us. അനാദി സ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. How he shown his love? തന്റെ സ്നേഹം അവൻ എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? First he created us in the form of him. ഒന്നാമത് മനുഷ്യനെ അവൻ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. We are the image of God. നാം ദൈവത്തിന്റെ സാദൃശ്യമല്ലോ. God have never created any animal according to his image. തന്റെ സാദൃശ്യത്തിൽ ദൈവം ഒരു മൃഗത്തെയും സൃഷ്ടിച്ചില്ല. God Almighty, സർവശക്തനായ ദൈവം, the one who dwells in the highest and highest of heavens. അത്യുന്നതങ്ങൾ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം, After he casted out demon, പിശാചുക്കളെ തന്റെ സന്നിധി പുറത്താക്കിയ ശേഷം, Satan and his fallen angels, സാത്താനും വീണുപോയ ദൂതന്മാർക്കും ശേഷം, after his anger subsides, തന്റെ ക്രോധം ശമിച്ച ശേഷം, after millions of years, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം, he came all the way അവൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് and chosen a small planet. ഒരു ചെറിയ ഗ്രഹത്തെ തെരഞ്ഞെടുത്തു. A small planet. ഒരു ചെറിയ ഗ്രഹം. And came all the way from heaven. സ്വർഗത്തിൽ നിന്ന് ഇത്രത്തോളം ദൂരം സഞ്ചരിച്ച് Sat on the rock. ഒരു പർവ്വതത്തിലിരുന്ന് Play like a little girl. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അവൻ കളിക്കുകയാണ്. Carved something from a red sand. പൊടി മണലിൽ നിന്ന് എന്തോ ചിലത് അവൻ ഉണ്ടാക്കിയെടുക്കുന്നു. And breathe in. അതിലേക്ക് ജീവശ്വാസം ഊതുന്നു. It became the image of God. അത് ദൈവത്തിന്റെ ജീവനുള്ള ദേഹിയായി തീർന്നു. In his love, അവന്റെ സ്നേഹത്താൽ he chosen this earth. അവൻ ഈ ഭൂമിയെ തെരഞ്ഞെടുത്തു. And he rearranged everything. അവൻ സകലതിനെയും പുനഃക്രമീകരിച്ചു. Just for the human being. മനുഷ്യർക്ക് വേണ്ടി എത്രയും അങ്ങനെ ചെയ്തത്. Who has been created according to his image. തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യർക്ക് വേണ്ടി. And he wants a man. അവൻ മനുഷ്യനോട് കാര്യം to be പറഞ്ഞു, loyal. വിശ്വസ്തനായിരിക്കണം. Created him as a substitute for the Lucifer. വീണുപോയ ലൂസിഫറിന് പകരക്കാരനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. Was very unloyal and ungrateful. പക്ഷെ അവൻ തികച്ചും അവിശ്വസ്തനായി തീർന്നു. Lucifer, fallen angels have wings. ലൂസിഫറിനും വീണുപോയ ദൂതന്മാർക്കും ചിറകുകളുണ്ടായിരുന്നു. But only for us no wings. പക്ഷെ നമുക്ക് അവൻ ചിറകുകൾ നൽകിയില്ല. We had been created a little lower than angels. ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തിയത്രേ നമ്മെ സൃഷ്ടിച്ചത്. God never think that we should die. നാം മരിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതേ അല്ല. He wants us to live forever. നാം എക്കാലവും ജീവിക്കണം എന്നാണ് അവൻ ആഗ്രഹിച്ചത്. God cannot create something in determination of death. മരിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കുന്നത് ദൈവത്തിന് ചിന്തിക്കുവാൻ കഴിയുമായിരുന്നില്ല. Death is not found in heaven. മരണം സ്വർഗത്തിൽ നിന്നുള്ള കാര്യമല്ല. Death you can find in hell. മരണമുള്ളത് പാതാളത്തിൽ മാത്രമാണ്. Death came into the world through Lucifer. ലൂസിഫറിലൂടെയാണ് മരണം ലോകത്തിലേക്ക് വന്നത്. He wants the man to live forever. മനുഷ്യൻ എക്കാലവും ജീവിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. He thought he will be loyal. അവൻ എപ്പോഴും വിശ്വസ്തനായിരിക്കുമെന്ന് ദൈവം കരുതി. But one day Satan went to God. ഒരു ദിവസം സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് challenged him. അവനെ വെല്ലുവിളിച്ചു. You created a man instead of me. എനിക്ക് പകരമായി നീ മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലേ? Will he be loyal? അവൻ വിശ്വസ്തനായിരിക്കുമോ? Will he be faithful? അവൻ നിന്നോട് വിശ്വസ്തത കാട്ടുമോ? And God replied, yes, he will be. ദൈവം മറുപടി പറഞ്ഞു, തീർച്ചയായും അവൻ അങ്ങനെ ചെയ്യും.
Then Satan asked God, സാത്താൻ വീണ്ടും ചോദിച്ചു, can I tempt him? ഞാൻ അവനെ പ്രലോഭിപ്പിക്കട്ടെ? As in the case of Abraham and Job. അബ്രഹാമിന്റെയും ഇയ്യോബിന്റെയും കാര്യത്തിൽ നടന്നതുപോലെ. And God replied, ദൈവം മറുപടി നൽകി, you go and test him. നീ ചെന്ന് അവനെ ശോധിക്കുക. But in his kindness, തന്റെ ദയനിമിത്തം he told Adam, അവൻ ആദാമിനോട് പറഞ്ഞു, the first man, ആദ്യത്തെ മനുഷ്യനായ ആദാമിനോട്, beware, do not pluck the fruit. സൂക്ഷിച്ചു കൊള്ളണം, ആ ഫലം നീ പറിക്കരുത്. Do not disobey. നീ എന്നോട് അനുസരണക്കേട് കാണിക്കരുത്. Do not disobey like Lucifer. ലൂസിഫറിനെ പോലെ അനുസരണക്കേട് നീ കാണിക്കരുത്. Remember carefully, ശ്രദ്ധിച്ചു the കേൾക്കണേ, day when you pluck the fruit, ആ പഴം പറിച്ച ദിവസം തന്നെ you will be surely caught by the Lucifer. നീ നിശ്ചയമായും ലൂസിഫറിനാൽ പിടിക്കപ്പെടും. He is the author of death. അവൻ മരണത്തിന്റെ അധികാരിയാണ്. He is a liar. അവൻ കള്ളനത്രേ. He is a killer. അവൻ കൊലപാതകിയാണ്. He is a murderer. അവൻ കൊലപാതകനാണ്. John 8:44. യോഹന്നാൻ 8:44, John 10:11. യോഹന്നാൻ 10:11, Hebrews 2:14. എബ്രായർ 2:14. So he just explained to man, അവൻ ഇതൊക്കെ മനുഷ്യന് വിവരിച്ചു കൊടുത്തു. but he hadn't told പക്ഷെ അവനോട് പറഞ്ഞതിൽ how the Lucifer asked him that he should tempt you. ലൂസിഫർ വന്ന് എന്നെ പരീക്ഷിക്കുമെന്നുള്ള കാര്യം പറഞ്ഞില്ല. But പക്ഷേ God in his good heart, ദൈവം തന്റെ ഹൃദയശുദ്ധിയിൽ Adam would pass the examination. ആദാം ആ പരീക്ഷ ജയിക്കും. But for his disappointment, പക്ഷേ തന്നെ നിരാശയിലാഴ്ത്തിക്കൊണ്ട് Adam and Eve did the sin. ആദാമും ഹവ്വയും ഒരുപോലെ പാപം ചെയ്തു. All human beings came from Adam only. സകല മനുഷ്യരും ആദാമിൽ നിന്നത്രേ ഉണ്ടായത്. 8 years ago, 8 വർഷങ്ങൾക്ക് മുൻപ് this American scientist അമേരിക്കയിലെ ഒരു ശാസ്ത്രജ്ഞൻ took 10 million people blood 10 ദശലക്ഷം ജനങ്ങളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച് and check. പരിശോധിക്കുകയുണ്ടായി. They found അവർ കണ്ടെത്തിയത് all the human beings' blood hailed from one man. മനുഷ്യരുടെ എല്ലാവരുടെയും രക്തം ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടായതാണ്. Hallelujah. ഹല്ലേലൂയ. Acts chapter 17, അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം verse 23 to 27. 23 മുതൽ 25 വരെ വാക്യങ്ങൾ. One man he created every man, ഒരു മനുഷ്യനിൽ നിന്ന് അവൻ സകല മനുഷ്യരെയും സൃഷ്ടിച്ചു, woman and children. സ്ത്രീകളെയും മക്കളെയും സൃഷ്ടിച്ചു. So you can't tell lie. അതുകൊണ്ട് നിനക്ക് കള്ളം Man പറയാനാവില്ല. hailed from something. No. ഞാൻ മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായെന്ന് നിനക്ക് പറയാനാവില്ല. But after the first man ആദ്യത്തെ മനുഷ്യൻ disobeyed, അനുസരണക്കേട് കാണിച്ചു. since God Almighty is righteous, സർവശക്തനായ ദൈവം നീതിമാനായ ദൈവമാകുന്നു. he was forced to send him out. അവരെ പുറത്താക്കി കളയേണ്ട അവസ്ഥ അവനുണ്ടായി. Out of his presence. അവരുടെ സാന്നിധ്യം എങ്ങനെയായിരുന്നു? Because there is no defiled thing in heaven. സ്വർഗത്തിൽ അശുദ്ധമായതൊന്നും തന്നെ ഇല്ല. No disobedience, no sin can enter. ഒരു തരത്തിലുള്ള അനുസരണക്കേടിനും പാപത്തിനും സ്വർഗത്തിൽ പ്രവേശനമില്ല. So man became a prodigal ഇപ്പോൾ മനുഷ്യനിതാ മുടിയനായി കഴിഞ്ഞു. and became a scoundrel അവൻ ഒരു തെമ്മാടിയായി തീർന്നു. and became a wanderer അവനിതാ അലഞ്ഞു നടക്കുന്നവനായി തീരുന്നു. and go on went astray from God. അവൻ ദൈവത്തിൽ നിന്ന് വഴിതെറ്റി അകന്ന് ദൂരേക്ക് പോകുന്നു. But yet still, പക്ഷേ എങ്കിലും in his love, തന്റെ സ്നേഹത്താൽ God still loved the man. ദൈവം മനുഷ്യനെ വീണ്ടും സ്നേഹിച്ചു. The Bible says ബൈബിൾ പറയുന്നു in Psalm 119 verse 68, 119 സങ്കീർത്തനം 68 വാക്യം, God is good and always doing good. ദൈവം എപ്പോഴും നന്മ ചെയ്യുന്നു, നല്ലത് മാത്രം ചെയ്യുന്നു. Our God is full of grace and mercy and love. നമ്മുടെ കർത്താവോ ദയയും കരുണയും നിറഞ്ഞവനത്രേ. He loved the sinner. അവൻ പാപികളെ സ്നേഹിക്കുന്നു, He hates the sin. എന്നാൽ പാപത്തെ വെറുക്കുന്നു. Every time എല്ലായ്പ്പോഴും he sent forth his prophets, അവൻ തന്റെ പ്രവാചകന്മാരെ അയച്ചു, sent forth his messengers, തന്റെ ദൂതന്മാരെ അവൻ അയച്ചു. disciple, apostles, ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ, pastors, reverend, പാസ്റ്റർമാർ, റവറന്റുമാർ, to call this man ഈ മനുഷ്യനെ തിരികെ ലഭിക്കുവാൻ, to come back to the fold of him. വീണുപോയ അവസ്ഥയിലേക്ക് മടങ്ങി വരുവാൻ. He was going on calling these people. അവൻ ഈ ജനത്തെ വിളിക്കുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. Come back. മടങ്ങി വരിക, Come back. മടങ്ങി വരിക. It was his calling. ഇത് അവന്റെ വിളിയാണ്. Come back to me. എന്നിലേക്ക് മടങ്ങി വരിക, Repent മാനസാന്തരപ്പെടുക, and believe the kingdom of God. ദൈവരാജ്യത്തിൽ വിശ്വസിക്കുക.
Matthew chapter 4:17. മത്തായി 4:17, Mark chapter 1:14. മർക്കോസ് 1:14. So the first calling came like a repentance. ആദ്യത്തെ വിളി മാനസാന്തരത്തിന് വേണ്ടിയുള്ളതാണ്. Come back to me. എന്നിലേക്ക് മടങ്ങി വരുവിൻ. Let us renew our communication. ദൈവവുമായുള്ള ബന്ധത്തെ നമുക്ക് പുതുക്കാം. Please have a habitual walking with me again. പഴയതുപോലെ ദൈവത്തിന്റെ കരം പിടിച്ച് നമുക്ക് നടക്കാൻ ശീലിക്കാം. So he stretched forth his hand അവൻ അതിനു വേണ്ടി കരം നീട്ടി വിളിക്കുന്നു. and crying every day, അവൻ ഓരോ ദിവസവും വിളിച്ചു കൂവുന്നു. calling the billions of people of this world. ഈ ലോകത്തിലെ ദശലക്ഷക്കണക്കിന് ജനത്തെ അവൻ വിളിക്കുകയാണ്. Come, മടങ്ങി വരിക, I'm waiting for you. ഞാൻ നിനക്കായി കാത്തു നിൽക്കുന്നു. Do not believe the Satan word. നീ സാത്താന്റെ വാക്കുകൾ വിശ്വസിക്കരുത്. Come unto me. വന്ന് എങ്കിലേക്ക് വരിക. At last he sent forth his only begotten son, അവസാനം തന്റെ ഏകജാതനായ പുത്രനെ അവൻ അയച്ചു, Jesus. യേശുവിനെ തന്നെ. And Jesus also starts to call the man. യേശുവും മനുഷ്യജാതിയെ വിളിക്കുവാൻ തുടങ്ങി. Repent. മാനസാന്തരപ്പെടുക, Believe the kingdom of God. ദൈവരാജ്യത്തിൽ വിശ്വസിക്കുക. His calling അവന്റെ വിളി went from one side to another side of the earth. ഭൂമിയുടെ ഒരറ്റം മുതൽ മറുഭാഗം വരെയും വ്യാപരിക്കുന്നു. From the beginning and the end of the earth. ഭൂമിയുടെ തുടക്കം മുതൽ അവസാനം വരെയും. His calling is an everlasting. അവന്റെ വിളി അനാദിയായുള്ളത്. Even now he is calling every person. ഇപ്പോഴും അവൻ സകല വ്യക്തികളെയും വിളിക്കുകയാണ്. He is not a religion leader. അവനൊരു മത നേതാവല്ല. Religion made by people. ജനങ്ങളത്രേ മതത്തെ സൃഷ്ടിച്ചത്. But the truth comes from God. എന്നാൽ സത്യമോ ദൈവത്തിങ്കൽ നിന്ന് വരുന്നു. Hallelujah. ഹല്ലേലൂയ. Love comes from God. സ്നേഹം ദൈവത്തിൽ നിന്നുണ്ടാകുന്നു. When God calls a man, ദൈവം ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ he never asked him അവനോട് ഒരിക്കലും അവൻ ചോദിക്കുന്നില്ല to do something harsh. കട്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ. No, never. ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല. He stretched forth his wounded hand തന്റെ മുറിവേറ്റ കരം നീട്ടിക്കൊണ്ട് and asked him to come back അവനോട് മടങ്ങി വരുവാൻ അവൻ ആവശ്യപ്പെടുന്നു. to the fold of Christ. ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങുക. Jesus said യേശു പറഞ്ഞു in John 14:6, യോഹന്നാൻ 14:6, I am the life. ഞാൻ ജീവനാകുന്നു, I am the truth. ഞാൻ തന്നെ സത്യം, I am the way to heaven. ഞാൻ തന്നെ സ്വർഗത്തിലേക്കുള്ള വഴിയാകുന്നു. Nobody can reach God മറ്റൊരു വഴിയിലൂടെ ദൈവത്തെ without കാണാനാവില്ല, me. എന്നിലൂടെ അല്ലാതെ. He said, അവൻ പറഞ്ഞു I am the Father are one. ഞാനും പിതാവും ഒന്നത്രേ. John 10:30. യോഹന്നാൻ 10:13. I was dead 3 times. ഞാൻ 3 തവണ മരണത്തെ കണ്ടയാളാണ്. 3 times. 3 തവണ ഞാൻ മരിച്ചു. No religion can help me. ഒരു മതവും എന്നെ സഹായിക്കാൻ വന്നില്ല. No God can help me. മറ്റൊരു ദൈവവും എന്നെ സഹായിക്കാൻ വന്നില്ല. As soon as I was dead, 3-ാം തവണ ഞാൻ മരിച്ചപ്പോൾ along with 200,000 people who are dying every day, ഓരോ ദിവസവും 2 ലക്ഷത്തിലധികം പേർ മരിക്കുന്നുണ്ട്. we are coming under the iron hand of God. നാം ദൈവത്തിന്റെ ഇരുമ്പ് കൈകളിലല്ലോ അകപ്പെട്ടിരിക്കുന്നത്. Judgment of God. ദൈവത്തിന്റെ ന്യായവിധിയിൽ You can't see any God. നിങ്ങൾക്ക് ഒരു ദൈവത്തെയും കണ്ടെത്തുവാൻ കഴിയില്ല. You can see only 3 places. നിങ്ങൾക്ക് 3 സ്ഥലങ്ങൾ മാത്രമേ കാണുവാനാകുകയുള്ളൂ. Heaven, സ്വർഗം, hell, നരകം, bottomless pit. അത്യഗാധ കൂപം. Only these 3 things you can see. ഈ 3 കാര്യങ്ങൾ മാത്രം നിനക്ക് കാണുവാനാകും. And if you want to go to heaven, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ he has to help. അവൻ നിന്നെ സഹായിച്ചേ മതിയാകുകയുള്ളൂ. Jesus has to help. അവന്റെ സഹായം നിനക്ക് വേണം. I was a scientist. ഞാനൊരു ശാസ്ത്രജ്ഞനായിരുന്നു. I never believe in religion and all myths. ഞാൻ മതകാര്യങ്ങളിലും അതിൻ്റെ ഐതിഹ്യങ്ങളും വിശ്വസിച്ചിരുന്നില്ല. But എന്നാൽ after death, മരിച്ചതിന് ശേഷം I found the truth. ആ സത്യം ഞാൻ കണ്ടെത്തി. What is truth? എന്താണ് സത്യം? Jesus Christ is truth. യേശു ക്രിസ്തുവാണ് ആ സത്യം. So Jesus is calling, അപ്പോൾ യേശു നിന്നെ വിളിക്കുകയാണ്. not to convert you, നിന്നെ മതം മാറ്റുവാൻ വേണ്ടിയല്ല അവൻ വിളിക്കുന്നത്, but to convict you നിന്റെ പാപബോധം വരുത്തുവാൻ, about the truth, സത്യത്തെക്കുറിച്ചുള്ള ബോധം വരുത്തുവാൻ, about his sacrifice, അവന്റെ യാഗത്തെക്കുറിച്ച് പറയുവാൻ, about his blood and body. തന്റെ രക്തവും ശരീരവും അവൻ ദാനം ചെയ്തതിനെ കുറിച്ച് പറയുവാൻ. Only his blood can change. അവന്റെ രക്തത്തിന് മാത്രമേ നിന്നെ മാറ്റുവാൻ കഴിയുകയുള്ളൂ. Only his words can change. അവന്റെ വചനത്തിന് മാത്രമേ നിന്നെ മാറ്റുവാൻ കഴിയുകയുള്ളൂ. Only he can transform you. അവന് മാത്രമേ നിന്നെ രൂപാന്തരം വരുത്തുവാൻ കഴിയുകയുള്ളൂ. When you obey to this calling, നീ ആ വിളിക്ക് ചെവി കൊടുക്കുമോ?
your life will be changed. എങ്കിൽ നിന്റെ ജീവിതം And you will മാറ്റിമറിക്കപ്പെടും, be exalted. നിങ്ങൾ ഉയർത്തപ്പെടും. 2 Corinthians 5:17 says, 2 കൊരിന്ത്യർ 5:17 വാക്യം പറയുന്നു, if somebody is in Christ, ക്രിസ്തുവിലായിരിക്കുന്നവൻ he will be a new person. അവൻ പുതിയ സൃഷ്ടിയാകുന്നു. He won't drink alcohol anymore. അവൻ ഇനിയും വിളിച്ചുകൊണ്ടിരിക്കയില്ല, He won't smoke anymore. അവൻ ഇനിയും പുകവലിക്കുകയില്ല, He won't do any adultery anymore. അവൻ ഇനി ഒരിക്കലും വ്യഭിചാരം ചെയ്യുകയില്ല, He won't tell the bad words. അവൻ ഇനി ഒരിക്കലും ചീത്തവാക്ക് He will ഉച്ചരിക്കില്ല, love his wife. അവൻ തന്റെ ഭാര്യയെ സ്നേഹിക്കും, He will love his children. അവൻ തന്റെ മക്കളെ സ്നേഹിക്കും, His whole family will be a witness. അവന്റെ കുടുംബം മുഴുവൻ സാക്ഷികളായിത്തീരും, Whole family will be a witness. സകല കുടുംബാംഗങ്ങളും സാക്ഷീകരിക്കും. Not only that, അതുമാത്രമല്ല, after he transforms, അവന്റെ രൂപാന്തരത്തിന് ശേഷം he will be exalted അവൻ ഉയർത്തപ്പെടും to a highest level. ഒരു ഉന്നത സ്ഥാനത്തേക്ക്. Look at Peter. പത്രോസിനെ നോക്കുക. Luke chapter 5:8 says, ലൂക്കോസ് 5:8 വാക്യം പറയുന്നു, Peter saw the miracle. പത്രോസ് അത്ഭുതങ്ങളെ കണ്ടു. He bowed down before Jesus അവൻ യേശുവിന് മുമ്പ് വണങ്ങിക്കൊണ്ട് and said, I'm a sinner. പറഞ്ഞു, കർത്താവ്, ഞാനൊരു പാപിയാണ്. But what Jesus said, പക്ഷെ യേശു എന്തു പറഞ്ഞു? I'll make you fishers of men. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. Peter never thought that he'll be the first bishop of the church. അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല ലോകത്തെ സഭയുടെ ആദ്യത്തെ ബിഷപ്പ് താനായി തീരുമെന്ന്. He was so uneducated. അവൻ ഒട്ടും തന്നെ വിദ്യാഭ്യാസമുള്ളവനല്ല. Acts 4:13. അപ്പോസ്തല പ്രവൃത്തി 4:13. But what Jesus said to Peter പത്രോസിനോട് യേശു എന്തു പറഞ്ഞു? in Matthew 16:18, മത്തായി 16:18, I will build a church upon you. ഞാൻ എൻ്റെ സഭയെ പണിയും, I will raise your life. ഞാൻ നിന്റെ ജീവിതത്തെ ഉയർത്തും, I will exalt you. ഞാൻ നിന്നെ ഉയർത്തും. You know about fishermen. നീ മുക്കുവന്മാരെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. They'll be very rough. അവർ വളരെ കഠിന ഹൃദയരത്രേ. They used to be short tempered. അവർ എപ്പോഴും വേഗത്തിൽ ദേഷ്യം വരുന്നവരാണ്. Just like the turbulent waves of the sea, the life will also be like that. കടലിലുള്ള തിരമാലകൾ അടിക്കുന്ന പോലെ അവരുടെ കോപം പെട്ടെന്ന് അടിച്ചുയരും. But when Jesus calls, എന്നാൽ യേശു വിളിച്ചപ്പോൾ his life changed. ജീവിതത്തിന് മാറ്റമുണ്ടായി. He had been exalted. അവൻ ഉയർത്തപ്പെടുന്നു. മിനിസ്ട്രി ഓഫ് ജീസസിൻ്റെ പ്രിയ സ്നേഹിതരെ, പങ്കാളികളെ, സഹായികളെ, യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങളെ ഏവരെയും വന്ദനം ചെയ്യുന്നു. സർവശക്തനായ ദൈവം തൻ്റെ ധാരാളമായ കൃപയാൽ മിനിസ്ട്രി ഓഫ് ജീസസിൻ്റെ സദ്വർത്തമാനങ്ങൾ പങ്കുവയ്ക്കുവാൻ ഈ സീരിയൽ കൂടെ സഹായിക്കുന്നതിൽ സന്തോഷമുണ്ട്. മിനിസ്ട്രി ഓഫ് ജീസസിൻ്റെ പരമോന്നതമായ ലക്ഷ്യം യേശു കർത്താവിൻ്റെ അന്ത്യകൽപ്പന നിവർത്തിക്കുക എന്നുള്ളതാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിൻ്റെ സുവിശേഷത്തെ പ്രഖ്യാപിക്കുവാനുള്ള സമയം കൂടിയാണിത്. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇങ്ങനെ മാത്രമേ നമുക്ക് പല ആത്മാക്കളെയും രക്ഷയിലേക്ക് നയിക്കുവാൻ കഴിയത്തുള്ളൂ. ഭാരതം അനേക ദൈവങ്ങളുടെ നാടായി അറിയപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷം ഇവിടെ പങ്കുവയ്ക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ ഇരുട്ടിൽ ഇന്നും കഴിയുകയാണ്. വേറെ ചിലർ ഇങ്ങനെയുള്ള ചിന്തയോടുകൂടി ജീവിക്കുകയാണ്, ഏത് വഴിയിൽ കൂടെയാണെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന്. ഈ ഉപദേശങ്ങളെ മാറ്റുവാൻ വേണ്ടി ഈ ചിന്തകളുടെ ആസ്ഥാനത്തെ തന്നെ തൊടയണം എന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് ജീസസ് ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ പലർക്കും അറിയുന്നത് പോലെ വളരെ ആവശ്യം നിറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൂസേഡുകൾ സംഘടിപ്പിക്കുന്നത്. ഈ ക്രൂസേഡുകളിൽ കൂടി ലക്ഷക്കണക്കിന് ആളുകൾ ക്രിസ്തുവിനെ അറിയുവാൻ ഇടയായിട്ടുണ്ട്. ഇനിയും ആയിരക്കണക്കിന് ആളുകളെ സന്ദർശിക്കേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾ കാണുവാനിരിക്കുന്നത് കർത്താവ് ഞങ്ങളിൽ കൂടെ ചെയ്തെടുത്ത ചില അത്ഭുതങ്ങളെയാണ്. കടപ്പ എന്ന് പറയുന്ന ഈ സ്ഥലം തെക്കിന്ത്യയിൽ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഉള്ളതാണ്.
ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സമയത്ത് അവിടെയുള്ള സഭാ ശുശ്രൂഷകന്മാർ ഈ ക്രൂസൈഡുകൾ നിമിത്തം വളരെ ഉത്സാഹമുള്ളവരായിരുന്നു. ഒരു വലിയ ഉണർവിൻ്റെ ആവശ്യകതയുടെ മധ്യത്തിലായിരുന്നു അവർ. അവരുടെ ദർശനത്തിനൊത്തവണ്ണം നൂറുകണക്കിന് അത്ഭുതങ്ങൾ ശക്തമായി പരിശുദ്ധാത്മാവ് ചെയ്യുകയും ആയിരക്കണക്കിന് ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയും ചെയ്തു. അനിത എന്ന് പറയുന്ന ഈ സഹോദരി ചുഴലി രോഗത്താൽ 12 വർഷമായി ഭാരപ്പെടുകയായിരുന്നു. ഈ രോഗം നിമിത്തം മനം വിഷമിച്ച് താൻ 2 പ്രാവശ്യം ആത്മഹത്യാ ശ്രമം വരെ ചെയ്തു. ഈ സുവിശേഷ യോഗങ്ങളുടെ സമയത്ത് ഈ സഹോദരിയെ കർത്താവ് തൊടുകയും തന്നെ പൂർണ്ണമായി സൗഖ്യമാക്കുകയും ചെയ്തു. ഹരിപ്രസാദ് എന്ന് പറയുന്ന ഈ സഹോദരന് 4 വർഷമായി കേൾവിയില്ലായിരുന്നു. അതുമാത്രമല്ല, തനിക്ക് ത്വക്ക് രോഗവും ഉണ്ടായിരുന്നു. കർത്താവ് തന്നെ തൊടുകയും തനിക്ക് കേൾവി മടക്കി നൽകുകയും അതുപോലെ തന്നെ തൻ്റെ ത്വക്ക് രോഗത്തിൽ നിന്നും പൂർണ്ണമായി തന്നെ വിടുവിക്കുകയും ചെയ്തു. സഹോദരി വിമല ഏകദേശം 10 വർഷമായിട്ട് ദാരുണമായ സോറിയാസിസ് രോഗത്തിൻ്റെ പിടിയിലായിരുന്നു. ഈ രോഗം നിമിത്തം താൻ വളരെയധികം വേദന അനുഭവിക്കുകയും അപ്പോൾ തന്നെ തൻ്റെ ശരീരത്തിൽ വല്ലാതെ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ യോഗങ്ങളിൽ കൂടെ തനിക്ക് കർത്താവ് പൂർണ്ണമായ സൗഖ്യം നൽകുകയുണ്ടായി. ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ഈ സഹോദരന് കഴിഞ്ഞ 15 വർഷമായിട്ട് തലയുടെ ഒരു ഭാഗത്തായി മൈഗ്രെയിൻ തലവേദനയാൽ ഭാരപ്പെടുകയായിരുന്നു. താൻ പല ഡോക്ടർമാരുടെ അടുക്കൽ പോവുകയും ധാരാളം മരുന്ന് കഴിക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് സൗഖ്യം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർ ആനന്ദസ്ഥിര മുഖേന പരിശുദ്ധയാത്മാവ് വെളിപ്പെടുത്തുകയും അപ്പോൾ തന്നെ പരിപൂർണമായി സൗഖ്യമാക്കുകയും ചെയ്തു. കർത്താവ് പ്രവചനമായി തന്നെ അനുഗ്രഹിക്കുമെന്നും തൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും തന്നെ വിടുവിക്കുകയും ചെയ്യുമെന്നും വാഗ്ദത്തം നൽകി. സഹോദരൻ മോഹന് 1.5 വർഷത്തിന് മുൻപ് ഒരു അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിന് ശേഷം തൻ്റെ 2 കാലുകളിലെയും അസ്ഥികൾ പൊട്ടിയതുകൊണ്ട് ഊന്നുവടി ഉപയോഗിച്ചായിരുന്നു താൻ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന കരം തന്നെ സ്പർശിക്കുകയും തന്നെ പൂർണ്ണമായി സൗഖ്യമാക്കുകയും ചെയ്തു. ഇപ്പോൾ താൻ നടക്കുന്നത് ഊന്നുവടികളുടെ സഹായമില്ലാതെയാണ്. കാരണം കർത്താവ് തന്നെ പൂർണ്ണമായി സൗഖ്യമാക്കി. ഈ സഹോദരി ലില്ലി ഏകദേശം 15 വർഷമായിട്ട് വലിവ് രോഗത്താൽ ഭാരപ്പെടുകയായിരുന്നു. ഒരു ദിവസം പോലും തനിക്ക് നടക്കുവാനോ സുഖമായി കിടന്ന് ഉറങ്ങുവാനോ കഴിയാത്ത അവസ്ഥയായിരുന്നു. കർത്താവ് തന്നെ തൊടുകയും പൂർണ്ണമായി സൗഖ്യമാക്കുകയും ചെയ്തു. ഈ സഹോദരൻ മല്ലേഷിന് കഴിഞ്ഞ 15 വർഷമായിട്ട് കേൾവിയില്ലായിരുന്നു. അതുമാത്രമല്ല, താൻ ഊമനുമായിരുന്നു. കർത്താവ് തൻ്റെ കാതുകളെയും അധരത്തെയും തുറന്നു. ഇപ്പോൾ തനിക്ക് നന്നായി കേൾക്കുവാനും സംസാരിക്കുവാനും കഴിയും. സ്വർണാമ എന്ന് പറയുന്ന ഈ സഹോദരി കഴിഞ്ഞ 7 വർഷമായിട്ട് ഭൂതബാധിതയായിരുന്നു. കർത്താവ് തന്നെ തൊടുകയും സൗഖ്യമാക്കുകയും വിടുവിക്കുകയും അതിനോടൊപ്പം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്തു. സരോജമ്മാൾ എന്ന് പറയുന്ന ഈ സഹോദരി കഴിഞ്ഞ 20 വർഷമായിട്ട് ഭയാനകമായ ഭൂതബാധിതയില്ലായിരുന്നു. തൻ്റെ ഹൃദയത്തിനകത്ത് സന്തോഷമോ സമാധാനമോ തനിക്കില്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം തന്നിലുള്ള സകല ഭൂതങ്ങളെയും പുറത്താക്കുകയും തന്നെ പരിപൂർണമായി വിടുവിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്തു. കാരക്കുടി എന്ന് പറയുന്ന ഈ ജില്ല തമിഴ്നാട്ടിലുള്ളതാണ്. ഇത് സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ധാരാളം പേരുകേട്ട സ്ഥലമാണ്. ഈ പ്രദേശത്തെ കഠിനമായ ഇരുമ്പ് കതകുകൾ തകർക്കപ്പെടുവാൻ വളരെ പ്രയാസമുള്ളതായിരുന്നു. ഇതുപോലെയുള്ള സുവിശേഷ യോഗങ്ങൾ ഇതിനു മുൻപ് ഇവിടെ നടന്നിട്ടില്ല. എന്നാൽ ഈ മഹായോഗങ്ങളിൽ കൂടെ പരിശുദ്ധയാത്മാവ് ഇവിടെയുള്ള ജനങ്ങൾക്ക് സമാധാനവും സന്തോഷവും കൊണ്ടുവരികയുണ്ടായി. സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും വിടുതലും അനുഭവിച്ചറിഞ്ഞ ചിലരെ നമ്മൾ ഈ ദൃശ്യത്തിൽ കൂടെ കാണുവാൻ പോവുകയാണ്. ദിനേഷ് കുമാർ എന്ന് പറയുന്ന ഈ സഹോദരന് തൻ്റെ ജനനം മുതലേ കേൾവിയില്ലായിരുന്നു. അതുമാത്രമല്ല, തനിക്ക് സംസാരിക്കുവാനുള്ള ശേഷിയുമില്ലായിരുന്നു. എന്നാൽ ഈ കാരക്കുടിയിൽ നടന്ന ഈ യോഗത്തിൽ കൂടെ സർവശക്തനായ കർത്താവ് തന്നെ തൊടുകയും തനിക്ക് കേൾവിയും സംസാരിക്കുവാനുള്ള ശേഷിയും മടക്കി ലഭിക്കുകയും ചെയ്തു. If you want to sponsor our TV programs, ഞങ്ങളുടെ TV പ്രോഗ്രാം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ you are welcome to do that. അത് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് സ്വാഗതം. When you do that, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ you are coming under the protection of Lord Jesus. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സംരക്ഷണ വലയത്തിന് കീഴിൽ നിങ്ങൾ വരികയാണ്. And all of your unnecessary expenditures will go away. നിങ്ങളുടെ അനാവശ്യമായ ചിലവുകളെല്ലാം മാറിപ്പോകും.
ഞങ്ങളുടെ TV പരിപാടികളിലൂടെ അനേകരെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത ദിനം പ്രതി കേൾക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്പർശനവും സൗഖ്യവും പ്രാപിച്ച വാർത്ത ഞങ്ങളെ പലരും അറിയിക്കാറുണ്ട്. ഒരു TV പ്രോഗ്രാം ചെയ്യുവാൻ ഏകദേശം 15,000 മുതൽ 20,000 രൂപ വരെയാണ് ചിലവ് വരുന്നത്. സാമ്പത്തികമായി ഈ ശുശ്രൂഷയെ സഹായിക്കുവാൻ ദൈവം നിങ്ങൾക്ക് പ്രേരണ തരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന വിവരങ്ങൾ ഈ സമയത്ത് TV സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പണം അയക്കുന്ന പ്രിയമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവരങ്ങൾ ഓഫീസിൽ വിളിച്ച് അറിയിക്കേണ്ടതാണ്. അറിയിക്കേണ്ട ഫോൺ നമ്പർ 0431 2765 386 2765 952. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.